ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫിദ മാഡം ഒരുപാട് നിർബന്ധിച്ചോ? ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല, പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല. മാഡം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമ മാഡത്തിന് എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? താങ്ക് യു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫാ. ചിലപ്പോ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവുന്ന കരുതി പേടിച്ചെവിടെയെങ്കിലും പോയതായിരിക്കും. എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്തായാലും അയാളെ കണ്ടെത്തിയേ പറ്റുമെടുത്തേ. രാധികമ്മളുടെ കാര്യത്തിൽ ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ ഇപ്പൊ എന്താ മാർഗം? അതിന് പറ്റിയൊരാളുണ്ട്, മുകുന്ദൻ. പഴയൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. കുറേ കാലം പത്രത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുകുന്ദനെ ഒന്ന് വിളിക്കാം. അതെ, എന്താ പരിപാടി? എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഉണ്ടാവും. എനിക്ക് നേരിട്ട് കാണാൻ പുതിയാവുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനൊന്നങ്ങ് വന്നാലോ? ഓക്കെ, ഞാനങ്ങ് വരാം.
അറിയാതെ ഇവനീ നേരത്തെ എങ്ങോട്ടാ? ശ്ശെ. അതെന്താ ശ്യാമ മാഡത്തിന് പകരം പാടാൻ എന്നെ തന്നെ സെലക്ട് ചെയ്തത്? കഴിവ് തെളിയിച്ച എത്രയോ പാട്ടുകാരുണ്ട്, എന്നിട്ടും ആരും അല്ലാത്ത എന്നെ തെരഞ്ഞെടുത്തു. ഫിദ മാഡം പറഞ്ഞിട്ട് തന്നെയാവും, അല്ലാതെ ശ്യാമ മാഡത്തിന് എന്താ എന്നോട്? ആ, ഫിദ മാഡത്തിനൊന്ന് വിളിച്ചു നോക്കാം. മാഡം, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. സത്യമായിട്ടും അതാണ് അമ്മയും മകളും തമ്മിലുള്ള മനപ്പൊരുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, എന്തിനാ വിളിക്കാൻ പോയത്? ഒന്നുമില്ല, ശ്യാമ മാഡത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോ ശ്യാമ മാഡം പാടാൻ വേണ്ടി എന്തിനാ എന്നെ തെരഞ്ഞെടുത്തെന്ന് അത് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല. ഫിദ മാഡം ഒരുപാട് നിർബന്ധിച്ചോ? ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല, പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, മാഡം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമ മാഡത്തിന് എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധം? ശ്യാമ എപ്പോഴും പറയും, സംഗീതം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പോലെ വേറൊന്നിനും പറ്റില്ലെന്ന്. ഓ, അങ്ങനെ. അല്ല, ഫിദ മാഡം തന്നെ ഇപ്പൊ വിളിച്ചേ? അത് ആ രജിസ്ട്രാർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല. മോൾ ഇനി ഒരുപാട് ശ്രദ്ധിക്കണം. ഇനി ചതിയിലൊന്നും പോയി വീഴരുത് കേട്ടോ. ഞാനിനി പരിചയമില്ലാത്ത ഒരാളോട് പോലും സംസാരിക്കാൻ പോവില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തിനാ ഒരാൾ എന്റെ അമ്മയാന്ന് പറഞ്ഞു വരുന്നേ? എന്തിനാ എന്നെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലൊക്കെ പോകുന്നേ? ഞാൻ ഒപ്പിട്ട് കൊടുത്ത അവർക്ക് എങ്ങനെയാ സ്വത്ത് കിട്ടുക? മനുഷ്യർക്ക് ഇങ്ങനെയും വട്ടുണ്ടാവോ? അനാഥയായ എനിക്ക് സ്വത്ത്. ചില കാര്യങ്ങൾ മോൾ അറിയാനുണ്ട്.